ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടൈം ട്രാവൽ. അപ്പോൾ നമ്മളിന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഉള്ളത്, ഗോവയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ ഗോവയിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതായത് കർണാടക ഗോവ ബോർഡർ കടന്നിട്ട് നമ്മളിപ്പം കാനക്കോണ എന്ന് പറഞ്ഞിട്ടുള്ള സൈഡാണ് കേട്ടുള്ളത്. അതായത് പാലോളം ബീച്ച് ഒക്കെ ഉള്ള ഒരു ഏരിയയിലാണുള്ളത്. കാനക്കോണ ടൗണിലാണ് ആക്ച്വലി ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഗോവാൻ സൈഡിലുള്ള ബീച്ചസ് ഒക്കെ താണ്ടിയിട്ട് നമ്മൾ അഞ്ജുന, നമ്മുടെ വെഗേറ്റർ ബീച്ച്, പിന്നെ നമ്മുടെ ആരംബോൾ, അവിടത്തേക്കൊക്കെ പോകാനുള്ള ഒരു ഇതിലാണ് ഉള്ളത്. ഞാൻ മാത്രമല്ല, എൻ്റെ ഒന്നിച്ച് നമ്മുടെ പ്രശോഭേട്ടനുണ്ട്. പ്രശോഭേട്ടൻ നമ്മളെ ഒരു ഫ്രണ്ടാണ്. പ്രശോഭേട്ടാ, നമ്മൾ എവിടത്തേക്കാണ് പോകുന്നത്? നമ്മളെ വെഗേറ്റർ ബീച്ചും പിന്നെ അപ്പോൾ നമ്മൾ കാനക്കോണ ടൗണിലോട്ട് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് തപ്പിയിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ. പ്രശോഭേട്ടൻ വണ്ടി ഓടിക്കുന്നുണ്ട്. ഇവിടുന്ന് വൈകിട്ട് അഞ്ചുനാളൊക്കെ 80 കിലോമീറ്റേഴ്സോളം ഉണ്ട്. നമ്മളിന്ന് ഉച്ചക്ക് ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വിടാനുള്ള പരിപാടിയിലാണ്. ശരിക്കും നമ്മുടെ നാട് പോലത്തെ അല്ലേ ഈ ഒരു ഏരിയയെല്ലാം? കേരള തനിമയുണ്ട്. ഉടുപ്പി ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഉടുപ്പി ഹോട്ടൽ നോക്കി നടന്നിട്ട് ഇതായിരുന്ന ഉടുപ്പി ഹോട്ടൽ അവിടെ കഴിക്കാല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഉടുപ്പി ഹോട്ടലിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ഉടുപ്പി ഹോട്ടലിൽ നല്ല മസാല ദോശയും കോഫിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ. കാനക്കോണ എന്ന് പറയുന്ന ഒരു മനോഹരമായ സ്ഥലം. Say hi to my subscribers. Late. നമ്മൾ കുറച്ച് ഓറഞ്ചും പിന്നെ ഏറക്ക ഇതൊക്കെ വാങ്ങാണ്. ഇതിൻ്റെ തൊട്ടിപ്പുറം നല്ല കൃഷ്ണ ഉടുപ്പി ഹോട്ടലിൻ്റെ സൈഡിലാണ് കേട്ടോ ഇത്. ഇവിടെ നല്ല സമോസയും പാവ് ബജിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കാനക്കോണ ടൗണിലാണ് കേട്ടോ നമ്മളുള്ളത്. ഏകദേശം ഒരു മാർക്കറ്റ് സൈഡാണ്, ജംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിൽ നിന്ന്, അതായത് കാനക്കോണ റൂമിൽ നിന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ നോർത്ത് ഗോവ സൈഡിലേക്ക് പോവാണ് കേട്ടോ. അപ്പം നമ്മളിവിടുത്തെ റൂം വെക്കേറ്റ് ചെയ്തു. ഇവിടുന്നാണ് നമ്മൾ റൂം എടുത്തത് കേട്ടോ. റൂംസൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളാണ്. അതായത് ന്യൂ ഇയർ ടൈം ആയതുകൊണ്ട് ഭയങ്കര റേറ്റാണ് കേട്ടോ റൂംസിനൊക്കെ. അതായത് ഗോകർണയിൽ നമ്മൾ റൂം എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തു, പക്ഷേങ്കിൽ റൂംസ് ഒന്നും കിട്ടിയില്ല. അവിടെ റൂംസിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ 10,000, 6,000, 12,000 ഒക്കെയാണ് റൂംസിന് റേറ്റ് പറഞ്ഞത്. ഇവിടെ നമുക്ക് കിട്ടിയത് അറൗണ്ട് 1,800 റുപ്പീസിനാണ് നമുക്ക് റൂം കിട്ടിയത് കേട്ടോ. എന്തായാലും ഇറ്റ് വാസ് എ നൈസ് സ്റ്റേ ആൻഡ് വി ആർ ഹെഡിങ് ബാക്ക് ടു ഗോവ. സോ പ്രശോഭേട്ടനാണ് വണ്ടി റൈഡ് ചെയ്യുന്നത്.
ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ കാനക്കോണയിൽ നിന്ന് NH66 റൂട്ട് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. അതായത് ആറന്മുളയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഗോവയിലെ വനപ്രദേശങ്ങളായ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ മെയിനായിട്ട് കാഷ്യൂ കൃഷിയാണ് ചെയ്യുന്നത്. അപ്പം കാഷ്യൂ ഇവർ ഗോവയിലെ ഫേമസ് ആയ ഗോവൻ ഫെനി പിന്നെ ഉറാക്ക് എന്ന് പറയുന്ന ഡ്രിങ്ക്സൊക്കെ കാഷ്യൂവിൽ നിന്നും ഇവർ നിർമ്മിക്കുന്നതാണ്. हाँ खाने के लिए राइस वो थाली है ना गोवन लोकल फूड है ना वो किधर से मिलेगा? स्ट्रेट जाके लेफ्ट मारो. लेफ्ट मार के सच्ची है ना? हाँ ASS ना OLNA OLNA असोलना उधर मिलेगा वो फिश है ना फिश थाली मिलेगा. फिश थाली प्रॉपर गोवन फिश थाली. डिसेंट प्राइस है. ओके ओके और ओके भाई ओके Thank you. ഫ്രണ്ട്സ് അപ്പം കുറച്ച് പിള്ളേരെ കണ്ടായിരുന്നു റോഡിൽ. നമ്മൾ ഗോവൻ താലി എവിടെയാണ് കിട്ടുക എന്ന് ചോദിച്ചായിരുന്നു. അപ്പം അവർ അസോൾന എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നല്ല പ്രോപ്പർ താലി കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അസോൾന അസോൾന വഴിയാണ് നമുക്ക് ഈ പോവേണ്ടത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഹോട്ടൽസ് എന്തെങ്കിലും കിട്ടുമോ എന്ന് നമുക്ക് ട്രൈ ചെയ്യാം. ഇല്ലേ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് കഴിക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടി ഇവിടെ റെസ്റ്റിന് വെച്ചിട്ടുള്ളത്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഈ റോഡാണ് നേരെ ഗോവ വൈകിട്ടർ ഒക്കെ എത്തേണ്ടത്. നമ്മളിപ്പം വന്നത് ഈ ഒരു റൂട്ടിൽ നിന്നാണ്. അതായത് നിങ്ങൾക്ക് 2 റൂട്ട് ചൂസ് ചെയ്യാം. ഒന്ന് ഇതും പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലത്തെ ആ ഒരു NH66 റൂട്ടും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പ്രശോഭട്ടൻ ഇവിടെ നമ്മുടെ KFൻ്റെ നമ്മുടെ ചൂടത്ത് നല്ല തണുത്ത ബിയർ അടിച്ചൊക്കെ ഉണ്ട്. ചെറിയ ബിയറാണ് കേട്ടോ. നമ്മൾ ആകെ ഇപ്പോൾ ഗോവയിൽ വന്നിട്ട് നമ്മൾ ഇത് മാത്രമേ അടിച്ചിട്ടുള്ളൂ. വേറൊന്നും കഴിക്കുന്നില്ല. നമ്മളിപ്പം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോവുക. ഇവിടെ ഇതിന് വെറും 55 രൂപയേ ഉള്ളൂ കേട്ടോ. 55 റുപ്പീസേ ഉള്ളൂ. അപ്പം ഒന്നും ആവില്ല, ജസ്റ്റ് ചെറിയൊരു രസത്തിന് വേണ്ടി അടിച്ച അല്ലേ ചേട്ടൻ ഓറഞ്ചും ഇതൊക്കെ കഴിച്ച് ഓക്കെ. ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ ഗോവയിലെ വനപ്രദേശങ്ങളിലൂടെ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇതേപോലെ കുറേ കുട്ടികൾ ഇങ്ങനെ ഒരു സ്കാരി ആയിട്ടുള്ള ഒരു, അതായത് ഡോളിനെ ഇരുത്തിക്കൊണ്ട് ന്യൂ ഇയറിൻ്റെ എന്തെങ്കിലും പരിപാടി ആയിരിക്കാം, അതായത് പിള്ളേർക്ക് പൈസ വാങ്ങാനുള്ള എന്തെങ്കിലും പരിപാടി ആയിരിക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഞാനിതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ബേണിംഗ് ഓഫ് ദി ഓൾഡ് മാൻ എന്നാണ് ഇവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ന്യൂ ഇയർ ഈവിന് 31 ഡിസംബറിന് കൃത്യം രാത്രി 12 മണിയാകുമ്പോഴേക്കും അതിനെ ബേൺ ചെയ്യും. അതായത് നമ്മളെ ഈ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ദുഃഖങ്ങളെയൊക്കെ മറന്ന് പുതിയൊരു ന്യൂ ഇയർ, അതായത് പുതുവർഷത്തെ വരവേൽക്കുകയാണ് ഇവരുടെ ഈ ഒരു ട്രഡീഷൻ രീതി കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്.
ബിരിയാണി, ചിക്കൻ ബിരിയാണി അല്ലേ കൊഞ്ചോപേട ചിക്കൻ ബിരിയാണി. ഇത് ഗോവൻ താലി. നമ്മൾ കുറേ സമയമായിട്ട് വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയ ഫുഡാണ്. കഴിക്കാമല്ലേ. നല്ല ചോറും വെള്ളം പോലത്തെ ഒരു സംഭവം. അതെന്താണെന്നറിയില്ല കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടിപൊളി ന്യൂ ഇയർ ഫയർ വർക്ക്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആരംഭോളിലാണ് ഉള്ളത്. ഇപ്പോൾ സമയം രാത്രി 12 മണിയായി. അതായത് ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2024 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ആരംഭോളിൽ ഇപ്പം നല്ല അടിപൊളി DJ പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് മോർണിംഗ് വരെ പാർട്ടി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മോർണിംഗ് വരെ ഇവിടെ നിന്നിട്ട് നമ്മുടെ നാളെ രാവിലെ, അതായത് ഓറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫേയിലാണ് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയും ഇതേപോലെ ന്യൂ ഇയർ പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പാർട്ടി കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ആരംഭോൾ ബീച്ചിലൂടെ നടക്കുകയാണ്. അപ്പോൾ ഫയർ വർക്ക്സ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ നല്ല അടിപൊളി DJ പാർട്ടി നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാർട്ടി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. Listen.